बैक होकड़े कैसे ना बैक होकड़े നദിയും കായലും കടലും ഒത്തുചേരുന്ന പൂവാർ എന്ന കൊച്ചു ഗ്രാമത്തിലെ നദിയിലും കായൽപ്പരപ്പിലും കൂടിയുള്ള അതിസുന്ദരമായ ഒരു ബോട്ട് യാത്ര. നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള ഒരു തീരദേശ ഗ്രാമമായ പൂവാറിലെ ജലാശയങ്ങളിലെ ശാന്തമായ ഓളപ്പരപ്പിൽ കൂടിയുള്ള മനോഹരമായ ബോട്ട് യാത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇരുകരകളിലും കണ്ടൽക്കാടുകളും തെങ്ങിൻതോപ്പുകളും മറ്റ് വൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പൂവാറിലെ ജലാശയങ്ങളിൽ കൂടിയുള്ള ബോട്ട് യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. പൂവാറിലെ വിശാലമായ കായൽപ്പരപ്പിൽ കൂടിയും നെയ്യാറിലും പിന്നെ ചെറിയ കനാലുകളിൽ കൂടിയും ഒക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നറിയപ്പെടുന്ന പൂവാറിലെ മനോഹരമായ കടൽ തീരവും ഹൃദ്യമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. പൂവാറിന്റെ മനോഹാരിതയെ ആസ്വദിച്ചുകൊണ്ടുള്ള ബോട്ട് യാത്ര, പിന്നെ പൂവാർ ബീച്ചിലെ സ്വർണ്ണ നിറമാർന്ന പഞ്ചാര മണലിൽ കൂടി കടലിന്റെ ഭംഗിയും കണ്ടുകൊണ്ടുള്ള നടത്തം, ഇതൊക്കെയാണ് പൂവാർ യാത്രയെ അവിസ്മരണീയമാക്കുന്നത്. കൂടാതെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും താമസിക്കുവാൻ ഫ്ലോട്ടിംഗ് കോട്ടേജുകളും പിന്നെ ധാരാളം റിസോർട്ടുകളും ഇവിടെയുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ബോട്ട് സർവീസ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ പൂവാറിലുണ്ട്. മെട്രോ പൂവാർ ബോട്ടിങ്ങിൽ നിന്നുമാണ് നമ്മൾ ബോട്ട് ബുക്ക് ചെയ്തത്. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടാണ്. പ്രധാനമായും 3 പാക്കേജുകളാണുള്ളത്. 2 മണിക്കൂറിന് 4500 രൂപ, 1.5 മണിക്കൂറിന് 3500 രൂപ, 1 മണിക്കൂറിന് 2500 രൂപ. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പോകുന്ന വഴികളിലെ കാഴ്ചകളെക്കുറിച്ചുള്ള ലഘു വിവരണങ്ങളും നൽകുന്നുണ്ട്. സെക്കൻഡ് മെയിൻ റിസോർട്ടാണ് പട്ടണക്കാട് എന്ന് പറയും. ഇത് നിറയെ മൂവി ഷൂട്ടിംഗ് പ്ലേസ് ഒക്കെ. ഏവിയൻ കനാൽ, നമ്മുടെ അനന്ത വിക്ടോറിയ മാർത്താണ്ഡ വർമ്മ കനാലാണ്. എല്ലാ ഭാഗവും ശരിക്കും കവർ ചെയ്ത് വരണമെങ്കിൽ 2 മണിക്കൂർ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ 1.5 മണിക്കൂറിന്റെ പാക്കേജാണ് എടുത്തത്. 3500 രൂപയാണ് റേറ്റ് പറഞ്ഞതെങ്കിലും അവസാനം 2500-ന് സെറ്റാക്കി. നമ്മുടെ യാത്ര തുടങ്ങിയത് തന്നെ മനോഹരങ്ങളായ കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടിയായിരുന്നു. കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടിയുള്ള യാത്ര തികച്ചും വേറിട്ട ഒരു അനുഭവമായിട്ടാണ് തോന്നിയത്. ചില സ്ഥലങ്ങളിൽ കൊടുങ്കാടിനുള്ളിലെ നദിയിൽ കൂടി പോകുന്ന ഫീലാണ് അനുഭവപ്പെട്ടത്. വിവിധയിനം പക്ഷികളുടെയും മറ്റു ജന്തു സസ്യജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ കൂടിയാണ് പൂവാർ. യാത്രക്കിടയിൽ പലതരത്തിലുള്ള പക്ഷികളെയും നമുക്ക് കാണുവാൻ കഴിയും. ചില പക്ഷികൾ ഒട്ടും പേടിയില്ലാതെ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതും കാണുവാൻ കഴിഞ്ഞു. കണ്ടൽക്കാടുകൾക്കിടയിൽ കൂടിയുള്ള യാത്ര തുടങ്ങി ഏകദേശം 15 മിനിറ്റ് ആയപ്പോഴേക്കും പൂവാർ ഗോൾഡൻ ബീച്ചിനടുത്തെത്തി. വരട്ടെ.
15 മിനിറ്റാണ് ബീച്ചിൽ ചെലവഴിക്കുവാൻ നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം. 15 മിനിറ്റ് കൊണ്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ബോട്ടിനരികിലെത്തണം. ജലമാർഗ്ഗം മാത്രമാണ് നമുക്ക് ഈ ബീച്ചിൽ എത്തിച്ചേരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് അധികം തിരക്കും ബഹളങ്ങളൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ബീച്ചാണിത്. 2 മണിക്കൂറിന്റെ പാക്കേജ് എടുക്കുകയാണെങ്കിൽ 40 മിനിറ്റ് നമുക്ക് ഈ ബീച്ചിൽ സ്പെൻഡ് ചെയ്യാം. ഈ എന്റർടൈൻമെന്റിന് ഒട്ടക സവാരിയും കുതിര സവാരിയുമുണ്ട്. ബീച്ചിനോട് ചേർന്നുള്ള കായലിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഫുഡ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തിട്ട് പോയാൽ ബീച്ചിലൊക്കെ കറങ്ങി ഒന്ന് തിരികെ എത്തുമ്പോഴേക്കും ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഫുഡ് റെഡിയായിരിക്കും. നെയ്യാർ നദിയും പൂവാർ തടാകവും അറബിക്കടലുമായി സംഗമിക്കുന്ന ഭാഗമാണത്. വെള്ളം കുറവായതിനാലാണ് മണൽത്തിട്ട രൂപപ്പെട്ടിരിക്കുന്നത്. പൂവാർ തടാകത്തിലെ ഫ്ലോട്ടിംഗ് കോട്ടേജുകളാണ് ആ കാണുന്നത്. നിരനിരയായി കായൽ പരപ്പിൽ പൊങ്ങിക്കിടക്കുന്ന ഫ്ലോട്ടിംഗ് കോട്ടേജുകൾ കാണുവാൻ ഒരു പ്രത്യേക രസമുണ്ട്. അതാണ് എലിഫന്റ് റോക്ക്. ഇനി മദർ മേരി സ്റ്റാച്യുവിനടുത്തേക്കാണ് പോകുന്നത്. ബോട്ട് തിരിഞ്ഞതിനും അപ്പുറമുള്ള ഭാഗം തമിഴ്നാടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരുന്ന ബോട്ടുകളെല്ലാം ഇവിടെ എത്തുമ്പോൾ തിരികെ പോകും. AVM കനാലാണ് പൂവാർ യാത്രയിലെ മറ്റൊരാകർഷണീയത. ഇരുകരകളിലും വൃക്ഷങ്ങളും മറ്റു സസ്യങ്ങളും കൊണ്ട് നിറഞ്ഞ ആഴം കുറഞ്ഞതും വീതി കുറഞ്ഞതുമായ ഈ ഭാഗത്തു കൂടിയുള്ള യാത്രയും ഒരു പ്രത്യേക അനുഭവമാണ്. 1860 മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് AVM കനാൽ എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അനന്ത വിക്ടോറിയ മാർത്താണ്ഡവർമ്മ കനാൽ നിർമ്മിച്ചത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പേരിലാണ് ഈ കനാൽ അറിയപ്പെടുന്നത്. എട്ടുവീട്ടി പിള്ളമാരിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി മഹാരാജാവ് പൂവാറിൽ വന്ന് ഒളിവിൽ താമസിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. ഒരിക്കൽ ആറ്റിൻ തീരത്തെത്തിയ മഹാരാജാവ് ആറ്റിൻ ഇരുവശവും നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്നുമുള്ള പൂക്കൾ ആറ്റിൽ വീണ് പരന്നു കിടക്കുന്ന മനോഹരമായ ദൃശ്യം കണ്ട് ഇത് പൂവാറാണെന്ന് പറഞ്ഞതായും അങ്ങനെയാണ് പൂവാർ എന്ന പേര് വന്നതെന്നുമാണ് കഥ. ഈ ആറിന് വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആറ് നിറയെ അങ്ങനെ പൂവാറായതാണ്. തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 35 കിലോമീറ്ററാണ് പൂവാറിലേക്കുള്ള ദൂരം. പൂവാറിലൊരു ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി യാത്രയാണ്, എല്ലാരും വന്ന് കാണണം. ആഴിമല ശിവക്ഷേത്രത്തിനും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനും പൂവാറിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല. യാത്രക്കിടയിൽ കാണുന്ന ഇതുപോലുള്ള ചെറിയ പാലങ്ങളും കൗതുകകരമായ കാഴ്ചയാണ്. ഇതാണ് പട്ടണക്കാട് എന്നറിയപ്പെടുന്ന മാൻഗ്രോവ് ഐലൻഡ്. ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. എന്തായാലും നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് കിടക്കുന്ന പൂവാറിന്റെ ഭംഗിയും പൂവാറിലെ ജലാശയങ്ങളിലെ മനോഹരമായ ബോട്ട് യാത്രയും സഞ്ചാരികൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്.